ഇന്നലത്തെ വാർത്ത ഓപ്പറേഷൻ സൈഹന്തുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയിൽ എന്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അപ്പം ആ വാർത്തയിൽ നമ്മൾ കണ്ട ഈ ഫൈനാൻഷ്യൽ ഇറഗുലേറ്ററി ആയിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ആണ്, ഫൈനാൻഷ്യൽ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം അതിൽ കുറെ പേര് അവർ ഡിസ്ക്ലോസ് ചെയ്യുന്ന ഒരു വീഡിയോസ് ആണ്. അപ്പൊ എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ക്രൈം എന്തായാലും ആദ്യം അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം, ക്രൈം അത് പ്രൂവ് ചെയ്യണം. ഇപ്പൊ അലിഗേഷൻസ് ആണ് കൂടുതലും ഉണ്ട്, അത് എന്തിനാണ് എന്താണെന്നുള്ളതെല്ലാം വ്യക്തമായിട്ട് ക്ലാരിറ്റി ഇല്ല. ഇനി അഥവാ അത് ക്ലാരിറ്റി ആണ്, അവർ ക്രിമിനൽ ആണ് 100% എങ്കിലും ഓരോ വ്യക്തികൾക്കും അവരുടേതായ വ്യക്തി സ്വാതന്ത്ര്യങ്ങളുണ്ട്, പേഴ്സണൽ ഐഡന്റിറ്റി ഇതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള നിലനിൽക്കെ ഈ പറഞ്ഞ വ്യക്തികളുടെ ഫേസും മറ്റുമൊക്കെ റിവീൽ ചെയ്യുന്ന രീതിയിൽ ന്യൂസിലും സോഷ്യൽ മീഡിയയിലൊക്കെ പബ്ലിഷ് ചെയ്യുന്നത് അത് ശരിക്കും പേഴ്സണൽ പ്രൈവസിക്കെതിരെയുള്ള ഒരു ഇഷ്യൂ ആണ്. ഇത് ചെയ്യാൻ പാടില്ല ഒരിക്കലും. അതിനുള്ള അവകാശം ആർക്കുമില്ല, അത് സർക്കാരിനുമില്ല, മീഡിയ ചാനൽസിനും ഇല്ല, ആർക്കും ഇല്ല. ഇനി നാളെ ഒരിക്കൽ ഈ പറഞ്ഞ വ്യക്തികൾ നിരപരാധിയാണ് തെളിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മേലുണ്ടായ ഈ പ്രശ്നങ്ങളിൽ നിന്ന് എങ്ങനെ അവർ രക്ഷപ്പെടും? ഇത് ഏത് നിയമപ്രകാരമാണ് ഇത് പാടില്ല? ജനറലി ഒരു രാജ്യത്തിന് ഭരണഘടനാ പ്രകാരം ഓരോ വ്യക്തിക്കും വ്യക്തിയുടെ സ്വാതന്ത്ര്യമുണ്ട്, ഇൻഡിവിജ്വൽ പ്രൈവസി ഉണ്ട്. അപ്പൊ ഓരോ വ്യക്തിക്കും ജീവിക്കാൻ എന്നുള്ള എല്ലാ സ്വാതന്ത്ര്യം എല്ലാം ഇതുണ്ട്. ഇനി ക്രിമിനൽ ആണെങ്കിലും ക്രിമിനലിനും ആ വ്യക്തി സ്വാതന്ത്ര്യങ്ങളുണ്ട്, പ്രൈവസി ഉണ്ട്. ഇതൊന്നും കണക്കിലെടുക്കാതെ ക്രിമിനൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളിനെ മൊത്തത്തിൽ എക്സ്പോസ് ചെയ്യുന്നത് ശരിയല്ല. അവരുടെ പേര് പറയും, അല്ലെങ്കിൽ അവരുടെ ഇത് അലിഗേഷൻ ഇന്ന സ്ഥലത്തുള്ള ഇന്ന ആ വ്യക്തികളെ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ടൊക്കെ ഈ പറയുന്നത് അത് ശരിയായ രീതിയല്ല. പ്രത്യേകിച്ച് ഇൻവെസ്റ്റിഗേഷൻ ലെവലിൽ നിൽക്കുന്ന ഒരു കാര്യം